ഹല്ല ഗൈസ്, അങ്ങനെ ജിത്തു ജോസഫിൻ്റെ മിറാഷ് കണ്ട് ആസിഫ് അലി, അപർണ ബാലമുരളി, പിന്നെ നമ്മുടെ കൂമനിലെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത ആ ഒരു ആക്ട്രസ്, പിന്നെ നമ്മുടെ തിരയിലെ വില്ലനുണ്ടല്ലോ, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, നമ്മുടെ പൊന്മാനിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ അർജുൻ ഉണ്ട്, ബിഗ് ബോസിലുണ്ടായിരുന്ന അർജുൻ. അപ്പോൾ ഇവരൊക്കെ കൂടി അഭിനയിച്ച മിറാഷ് പടത്തിനെ പറ്റി പറയുന്നതിന് മുന്നേ ആദ്യം ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ട്രോൾ കണ്ട് ആസിഫ് അലിയുടെ മെമ്മറീസ് അല്ലെങ്കിൽ ആസിഫ് അലിയുടെ ദൃശ്യം. ആക്ച്വലി മെമ്മറീസ് എന്നൊക്കെ പറയുന്നത് അതൊരു ആ ഒരു സമയത്തെ ഒരു സിനിമ. ദൃശ്യം എന്ന് പറഞ്ഞാലും ഓക്കെ, അത് വേറൊരു പടം. ഇത് മിറാഷ് എന്ന് പറയുന്നത് വേറൊരു പടം. ഇതിനൊക്കെ മറ്റേ മെമ്മറീസും ദൃശ്യവും എന്ന് വെച്ചിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പടത്തിലോട്ട് വരുമ്പം ഓൾറെഡി ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പടം തുടങ്ങിയ ഒരു 15 മിനിറ്റിൽ തന്നെ ഇതിൽ ഓരോ ഇൻസിഡൻസ് സംഭവിച്ചു തുടങ്ങും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള അതുപോലെ തന്നെയാണ് പടം തുടങ്ങിയ എനിക്കൊന്ന് നമ്മൾ നോർമൽ ഒരു ത്രില്ലർ പടം കാണുന്നത് പോലെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ വന്ന് ഭയങ്കര ഡീറ്റെയിലിംഗ് ആക്കി അത്രയും നേരമൊന്നും നമ്മളിങ്ങനെ എന്താണ് നടക്കാൻ പോകുന്നതെന്നിങ്ങനെ സഹിച്ചിരിക്കേണ്ട ആ ഒരു കാര്യമൊന്നുമില്ല. പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ പടത്തിലോട്ട് അങ്ങ് ഇൻവോൾവ് ആവുന്ന രീതിയിലാണ് പടം പോയേക്കണത്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ചെറിയ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ ഇൻ്റർവെൽ പോർഷൻ സത്യം പറഞ്ഞാൽ അത് എനിക്ക് അതൊരു ഭയങ്കര ഒരു ഇൻ്റർവെൽ ബ്ലോക്കായിട്ട് തോന്നിയില്ല. കാരണം ഒരു നോർമലി നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ വന്നേക്കുന്നത്. അത് നമ്മുടെ പ്രൊഡക്ഷൻ പോലെ തന്നെ ഇൻ്റർവെല്ലും വരുന്നുണ്ട്. പക്ഷെ ഇൻ്റർവെല്ലിന് ശേഷം എൻ്റെ പൊന്നു പടം എങ്ങോട്ടൊക്കെ പോണെന്ന്, ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രില്യൻ്റ് പടം. ഫസ്റ്റ് ഈ ഒരു പടം ചെയ്തതിന് ആസിഫ് അലിക്കും അപർണ ബാലമുരളിക്കും ഒരു ഹാറ്റ്സ് ഓഫ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്തോ പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഞാൻ സ്പോയിലർ ഫ്രീ ആയിട്ടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഹാഫ് നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ അതുപോലും ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ട് നമുക്ക് തോന്നും. കാര്യം ഫസ്റ്റ് ഹാഫ് ഓഡിയൻസിന് വിട്ട് തന്ന് നിങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നിട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത് മുതൽ നമ്മുടെ ചിന്തയിലൊന്നും പടം നിൽക്കൂല. പടം അങ്ങ് പോവും. ഒരുപാട് എലമെന്റ്സും അതായത് സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞില്ല, പടം തുടങ്ങുന്നതിൽ വരെ നമ്മൾ പടത്തിൽ തന്നെ ആയിരിക്കും. സെക്കൻഡ് ഹാഫ് മുതൽ ക്ലൈമാക്സ് വരെ നമ്മളിങ്ങനെ ഒരു നിമിഷം നമ്മൾ സിനിമയിൽ നിന്ന് ഇങ്ങനെ കണ്ണെടുക്കൂല, ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. അതായത് നമുക്ക് ഇതിൻ്റെ ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോൾ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ട്വിസ്റ്റാണ്. നമ്മൾ അടുത്ത സീൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ത്രില്ലർ സിനിമ, ഞാനൊക്കെ അങ്ങനെയാണ് ഒരു ത്രില്ലർ സിനിമ കാണുന്നത്. കാര്യം ഇപ്പോൾ നമ്മൾ ഈ സീൻ കാണുമ്പോൾ അടുത്ത സീൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി നമ്മുടെ മനസ്സിൽ ഒരുപാട് കണക്കൂട്ടലും ഗസ്സിങ്ങും കാണും. അപ്പം നമ്മുടെ ഗസ്സിനനുസരിച്ചിട്ട് അടുത്ത സീൻ വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു സുഖം കാണാറില്ല. ഇനി എത്ര ഭയങ്കര പടം എന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനെ അത് കണക്റ്റ് ആവാറില്ല. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ അടുത്ത സീൻ വന്നു കഴിഞ്ഞാൽ എനിക്കതിൽ ഒരു സുഖം തോന്നില്ല. പക്ഷേ നമ്മൾ ഇത്രയും ഇരുന്നിങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം കയറി വരുമ്പം നമ്മൾ തന്നെ വണ്ടറാവും. അപ്പം അങ്ങനത്തെ ഒരു ഫീല് ഈ പടത്തിൽ ഇനി എങ്ങനെയൊക്കെ നമ്മൾ തലകുത്തി നിന്ന് ചിന്തിച്ചാലും. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിലോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫിലേക്ക് നമ്മുടെ സാധ്യതകളിലൊന്നാണ്. നമ്മളിങ്ങനെ ചിന്തിക്കുമോ ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ എന്ന് ചിന്തിക്കുന്നതിലൊരു സാധ്യതയാണ്. പക്ഷേ ഒരു പോർഷൻ കഴിയുമ്പം നമ്മളെ കൊണ്ട് തന്നെ അത് മാറ്റി ചിന്തിപ്പിക്കും ഡയറക്ടർ. നമ്മൾ ഇതൊക്കെ മറന്ന് നമ്മൾ മൊത്തത്തിൽ പടത്തിൽ വേറൊരു രീതിയിലൊക്കെ ഇങ്ങനെ ആയി, നമ്മൾ വേറൊരു ട്വിസ്റ്റൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പം വേറൊരു പരിപാടി വരും. അതും കഴിഞ്ഞ് നമ്മൾ ഓക്കെ എന്നൊക്കെ ചിന്തിക്കുമ്പം അടുത്ത പരിപാടി വരും. അങ്ങനെ എൻ്റെ പൊന്നെ, അങ്ങനെ ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. ഇതിൻ്റെ കുറേ ട്വിസ്റ്റ് പരിപാടികളുണ്ട്. അതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇൻസ്റ്റാ ട്രോൾ വഴിയോ അല്ലെങ്കിൽ ലീക്കായിട്ടൊക്കെ നമ്മളിങ്ങനെ അറിഞ്ഞതിന് ശേഷം ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ അതിലൊരു സുഖം കിട്ടൂല. ഭയങ്കര പുതുമയിൽ നമ്മളിങ്ങനെ കാണാനുള്ളൊരു പടമാണ്. അടിപൊളി പടമാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ക്രൂസൊക്കെ മുന്നേ പറഞ്ഞാൽ അധികം ഡീറ്റെയിൽഡ് ആക്കണില്ല. പക്ഷേ എൻ്റെ ക്രൂസൊക്കെ പറഞ്ഞ പോലെ തന്നെ മറ്റേ ഒരു സ്ത്രീപക്ഷം സിനിമയാണ്. അപ്പോൾ അതിൽ ആസിഫ് അലി പോയിട്ട് നടനൊക്കെ വന്ന് ചെയ്യണത് ഒരു അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അപർണ ബാലമുരളിയാണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് എന്നൊക്കെ ഇങ്ങനെ വലിച്ച് താഴെ ഏറുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണുമ്പം
പിന്നെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പാവം തോന്നും ആ ഒരു ക്യാരക്ടറിനോടൊക്കെ. അങ്ങനെ മൊത്തത്തിലൊരു സൂപ്പർ പടമാണ്. പിന്നെ ഇതിലൊരു AI പരിപാടി പിടിച്ചിട്ടുണ്ട്. ഇതിലൊരു മെയിൻ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അത് പിന്നീട് കാണിക്കുന്നത് AI യൂസ് ചെയ്തിട്ടാണ്. അത് അടിപൊളിയായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പടം അടിപൊളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ദൃശ്യം അതൊരു വേറൊരു പടമാണ്. അത് അതിൻ്റെ തട്ടിൽ നിൽക്കുന്നൊരു പടമാണ്. മെമ്മറീസ് അതും അതിൻ്റെ തട്ടിൽ നിൽക്കുന്നൊരു പടമാണ്. ഇത് വേറൊരു പടമാണ്. ഇതിനൊരു സെപ്പറേറ്റ് ഒരു തട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന പടമാണ്. അല്ലാതെ ഇത് മറ്റേ ഈ പറഞ്ഞൊരു ആസിഫലിയുടെ മെമ്മറീസോടെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അതൊക്കെ മറന്നിട്ട് പടം പോയി കാണുക. ഇത് നിങ്ങളൊരു സിനിമാ പ്രേമിയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അത് പിന്നെ ഒരുപാട് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ച് ആ ഒരു ഇത് കളയാനില്ല. എല്ലാവരും അത് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ വേറൊരു റിവ്യൂ ആയിട്ട് വീണ്ടും വരാം. പടം സൂപ്പർ പടം.